നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആഹാരം കഴിക്കുമ്പോൾ സ്പീഡിൽ കഴിക്കാതെ സ്ലോലി കഴിക്കുക. സ്പീഡിൽ കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ എയർ ഇൻഹേൽ ചെയ്യും. സോ അത് ഗ്യാസിന് കാരണമാകും. രണ്ടാമത്തെ കാര്യം, ആഹാരം കഴിക്കുമ്പോൾ മാക്സിമം സംസാരിക്കാതെ കഴിക്കുക. സംസാരിക്കുമ്പോൾ നമ്മൾ വീണ്ടും എയർ തന്നെയാണ് ഇൻഹേൽ ചെയ്യുന്നത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആഹാരത്തിനോടൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക. ആഹാരത്തിന് അരമണിക്കൂർ മുന്നെയോ ശേഷം വെള്ളം കുടിക്കും. ആഹാരത്തിനോടൊപ്പം വെള്ളം കുടിക്കുമ്പോൾ ദഹനം പ്രോപ്പർലി നടക്കില്ല. സോ അതും നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ട്രബിൾസ് ഉണ്ടാക്കാൻ കാരണമാവാം. പിന്നീട് എക്സസീവായിട്ട് മെഡിസിൻസ് ഉപയോഗിക്കുന്നവരാണ്. ചെറിയൊരു പനി വന്നാൽ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ അല്ലാതെ എക്സസീവായിട്ടുള്ള മരുന്ന് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. പെപ്സി, കൊക്കക്കോള പോലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ ഡ്രിങ്ക്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത് നമ്മുടെ വയറിനുള്ളിലെ ഗ്യാസ്ട്രിക് മ്യൂക്കോസിനെ തകരാറിലാക്കാൻ കാരണമാണ്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സസീവായിട്ടുള്ള പ്രിസർവേറ്റീവ് കണ്ടെയ്നിങ് ഫുഡ്, പാക്ക്ഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇത് വയറിലെ ഗുഡ് ബാക്ടീരിയനെ നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ചീത്ത ബാക്ടീരിയനെ കൂട്ടാനും ഗ്യാസ്ട്രിക് മ്യൂക്കോസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് മധുരം, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്സ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതും സെയിം പ്രശ്നമാണ്. വയറിനുള്ളിലെ ബാക്ടീരിയനെ നശിപ്പിക്കുകയും ചെയ്യും. നല്ല ബാക്ടീരിയ നശിപ്പിക്കും, ചീത്ത ബാക്ടീരിയനെ വളർത്തും. ലേറ്റായിട്ട് ഒരുപാട് രാത്രി ലേറ്റായിട്ട് ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ, എക്സ്പെഷ്യലി ഫാറ്റ് കണ്ടെയ്നിങ് ഫുഡ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ആ ശീലം നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആഹാരം കിടക്കുന്നതിന് ഒരു 3 മണിക്കൂർ മുന്നെങ്കിലും രാത്രിത്തെ അത്താഴം ഫിനിഷ് ചെയ്തിരിക്കുക. പിന്നെ നിങ്ങളുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രോബയോട്ടിക് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡുകളാണ്. ഫൈബർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് ഫ്ലാക്സ് സീഡ്, ചിയാ സീഡ്, ഫ്രൂട്ട്സ് തന്നെ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അത് ഫ്രൂട്ട്സോട് കൂടി കഴിക്കുക. ജ്യൂസ് കുടിക്കുന്നതിന് പകരം ഫൈബറോട് കൂടി കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നതും വളരെയധികം അത്യാവശ്യമാണ്.